നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ലോജിക്കൽ സീക്വൻസ്? ഓപ്ഷൻസ്: ഇമ്പയർമെന്റ്, ഡിസീസ്, ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്പ്. നെക്സ്റ്റ് വൺ, ഡിസീസ്, ഇമ്പയർമെന്റ്, ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്പ്. നെക്സ്റ്റ് ഓപ്ഷൻ, ഡിസീസ്, ഇമ്പയർമെന്റ്, ഹാൻഡിക്യാപ്പ്, ഡിസബിലിറ്റി. നെക്സ്റ്റ് ഓപ്ഷൻ, ഡിസീസ്, ഹാൻഡിക്യാപ്പ്, ഇമ്പയർമെന്റ്, ഡിസബിലിറ്റി. ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡിസീസ്, ഇമ്പയർമെന്റ്, ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു രോഗാവസ്ഥ അതെങ്ങനെയാണ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്, അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചിലേക്ക് ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് സൊസൈറ്റിയിൽ നമ്മുടെ ഫങ്ഷനെ എങ്ങനെ ബാധിക്കുന്നു, അത് സൊസൈറ്റി എങ്ങനെ വിലയിരുത്തുന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൽനെസ് എന്ന് പറയുന്ന ഒരു ടൈം ഇതിനു മുമ്പുണ്ട്. ഇൽനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ സബ്ജക്റ്റീവായിട്ടുള്ള ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഹെഡേക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫീവർ പോലെ തോന്നിക്കുന്നു, ഈ അവസ്ഥയാണ് നമ്മൾ സബ്ജക്റ്റീവ് ഫീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് കാഴ്ചക്കുറവുള്ള മാതിരി ഒരു ഫീല് തോന്നുന്നു, ഇതിനെ നമുക്ക് ഇൽനെസ് എന്ന് പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ വെച്ച് പുള്ളിയുടെ വിഷൻ എക്സാമിനേഷൻ ചെയ്യുന്നു, അവിടെ വെച്ച് ഏകദേശം വിഷനകത്തൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ അതൊരു ഡിസീസായി മാറുന്നു. അപ്പോൾ ആ ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഇമ്പയർമെൻ്റ് ആയിട്ട് മാറുന്നത് അടുത്ത ഘട്ടത്തിലാണ്. അതിനു മുമ്പ് ഈ ഡിസീസ് എന്ന് പറയുന്നത് ഒരു 5 days അല്ലെങ്കിൽ 6 days നമ്മുടെ ഫങ്ഷനെ ബാധിക്കുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ടെമ്പററി ആയിട്ട് നമ്മുടെ ഫങ്ഷനെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിക്നെസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് വന്നിട്ടില്ല, സിക്നെസ് എന്നാണ് പറയുന്നത്. അല്ല, അതൊരു പെർമനൻ്റ് ലോസിലേക്ക് മാറുമ്പോഴാണ് അത് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് പോകുന്നത്. കാഴ്ചക്കുറവ് എന്ന് പറയുന്ന സാഹചര്യം വന്നിരിക്കുന്നു, അവിടെ IOP നോക്കുന്ന സമയത്ത് IOP റേസ്ഡ് ആണെന്ന് കണ്ടു. IOP റേസ്ഡ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നിങ്ങൾക്ക് അറിയാം ഇതുവരെ എത്രമാത്രം വിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് റിവേർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഗ്ലോക്കോമ പോലുള്ള ഒരു കണ്ടീഷനാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അത്തരത്തിലൊരു അനാട്ടമിക്കൽ ഓർ ഫിസിയോളജിക്കൽ ഫങ്ഷൻ്റെ ലോസ് വരുന്നതിനെയാണ് നമ്മൾ ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ലോസ് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാഠിന്യം എന്താണെന്ന് ആ വ്യക്തി ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല. അതൊരു മെഡിക്കൽ സ്പെക്ട്രം അല്ലെങ്കിൽ അയാളെ എവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഫിസിഷ്യൻ്റെ മനസ്സിൽ മാത്രമേ അത് എത്രമാത്രം ഡെപ്തിലുണ്ടെന്നുള്ള ഒരു കാര്യം പിടികിട്ടുകയുള്ളൂ. പക്ഷെ അത് ആ വ്യക്തി ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ആ വ്യക്തിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് അത് വളരുകയും ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയും. കാഴ്ച കുറവുള്ളത് കൊണ്ട് ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോഴത്തേക്ക് അത് ഡിസബിലിറ്റി ആയിട്ട് മാറുന്നു. ഈ ഡിസബിലിറ്റി എന്ന് പറയുന്ന കാര്യം സൊസൈറ്റി വിലയിരുത്തുന്ന സാഹചര്യമാണ് ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. ഹാൻഡിക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോഷ്യൽ ഡിസഡ്വാൻറ്റേജ് ആണ്. എന്ന് പറയുമ്പോൾ ഇന്ന ജോലിക്ക് ഈ വ്യക്തി എലിജിബിൾ അല്ല അല്ലെങ്കിൽ ഏബിൾ അല്ല എന്നുള്ള കാര്യം സൊസൈറ്റി തിരിച്ചറിയുകയും അയാളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് PH ഉൾപ്പെടെയുള്ള ഏജൻസികൾ റിസർവേഷൻ കൊടുക്കുന്നത്. അവർക്ക് 100 ജോലികൾ അവൈലബിൾ ആണെങ്കിൽ ചിലപ്പോൾ 50ഓളം ജോലികൾക്ക് അവർ ഈ ഡിസബിലിറ്റി വെച്ച് അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മറ്റ് 50 ജോലികളിൽ അവർക്ക് ചിലപ്പോൾ ഒരു റിസർവേഷൻ ഓഫർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലും അത് അനുവദിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് സൊസൈറ്റി അത് തിരിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സൊസൈറ്റി വിലയിരുത്തുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ സോഷ്യൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ലെവലിലേക്ക് ആ പറയുന്ന ഡിസബിലിറ്റി വളരുമ്പോൾ അതിനെ ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞ സെൻസിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് ഇത് ഇപ്പോൾ 4 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ കാര്യമായിട്ട് ചോദിക്കാം. ഈ 4 കാര്യങ്ങളും ഓപ്ഷനകത്ത് കാണാം. അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. വളരെ കുറച്ച് സമയം, കൂടുതൽ കാര്യങ്ങൾ. താങ്ക് യു.